carrot distribution, diode equation derive ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫിഗർ ആണ് minority carrot distribution across the PN junction at forward biased condition എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഡിഫ്യൂഷൻ കറണ്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഹോൾ കറണ്ട് ഇസ് മാക്സിമം. ഹോൾ കറണ്ട് ഡിഫ്യൂഷൻ ഹോൾ കറണ്ട് എന്ന് പറയുന്നത് ടുവേർഡ്സ് എൻ സൈഡ് ആയിരിക്കും. ദാറ്റ് ഈസ് മാക്സിമം അറ്റ് എക്സ് എൻ ഈസ് ഈക്വൽ ടു 0 ബിക്കോസ് ഇവിടെ ഡെൽ എൻ പി എൻ എന്ന് പറയുന്നത് ഡെൽ പി എന്നിന്റെ വാല്യൂ മാക്സിമം ആവുന്നത് അറ്റ് എക്സ് എൻ ഈസ് ഈക്വൽ ടു 0 ആവുന്ന കണ്ടീഷനിലാണ്. അതുപോലെ electron diffusion current is maximum at xp is equal to 0 because del np എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു വാല്യൂ മാക്സിമം വരുന്നത് ഈ at this point ആണ്. ഈ ഒരു ഡോട്ടഡ് ലൈൻ ആയിട്ട് കാണിച്ചിരിക്കുന്ന പോയിന്റിലാണ്. ആൻഡ് ഇപ്പം നമ്മളുടെ മൈനോറിറ്റി കാരിയർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം അച്ചീവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. ബിക്കോസ് ഈ ഇവിടെ ഒരു കണ്ടീഷൻ എത്തി ഈ ഒരു ഗ്രാഫ് ഇതുപോലെ കർവ്ഡ് വന്നിട്ട് പിന്നെ ഫർദർ ആയിട്ട് അതിന്റെ വാല്യൂ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് പോവുക. ഫർദർ എത്ര ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഇൻ ദിസ് സൈഡ് ഓൾസോ ആഫ്റ്റർ എ പർട്ടിക്കുലർ ടൈം പീരീഡ് മൈനോറിറ്റി കാരിയർ കോൺസെൻട്രേഷൻ ആയ NPN നോട്ട് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അപ്പൊ നമ്മൾക്ക് ഇനി അതിന്റെ ഇക്വേഷനിലേക്ക് പോവാം. നമ്മളുടെ ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ. ഐഡിയൽ ഡയോഡ് ഇക്വേഷനിൽ മെയിൻ ആയിട്ട് വരുന്നുള്ളത് എന്താണ്? ആദ്യം തന്നെ ഡിഫ്യൂഷൻ കറണ്ട് കൺസിഡർ ചെയ്യുക. ദ ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ റെപ്രസെന്റ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അപ്ലൈഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ ടേംസ് ഓഫ് ഡയോഡ് പാരാമീറ്റേഴ്സ്. ഡയോഡ് പാരാമീറ്റേഴ്സിനെ വെച്ചിട്ട് ഒരു വോൾട്ടേജ് ആൻഡ് കറണ്ട് തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നുള്ളത്. ഫോർ ദാറ്റ് പർപ്പസ് വി ആർ കൺസിഡറിംഗ് ദ ടോട്ടൽ കറണ്ട് ഇൻ ദി PN ജംഗ്ഷൻ. ടോട്ടൽ കറണ്ട് ആണ് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ടോട്ടൽ കറണ്ട് ഇസ് ഈക്വൽ ടു കറണ്ട് at the n type semiconductor and p type semiconductor, or we can say the sum of electron on hole current In plus Ip. Then that is the equation number 1. According to the approximation number 7, you have to check intermediate ആയിട്ട് ഞാൻ ഓരോ അപ്രോക്സിമേഷൻസ് പറയുന്ന സമയത്ത് you have to check what is that approximation actually means. That is from approximation 7 എന്ന് പറയുന്നത് ഡിപ്ലീഷൻ റീജിയൻ ഓഫ് എ സെമികണ്ടക്ടർ PN ജംഗ്ഷനിൽ റീകോമ്പിനേഷനോ ജനറേഷനോ നടക്കില്ല. അവിടെ നടക്കുന്നുള്ള പ്രോസസ് എന്ന് പറയുന്നത് ബിക്കോസ് കംപ്ലീറ്റ് ആയിട്ട് മൊബൈൽ ചാർജ് കാരിയേഴ്സ് ഡിപ്ലീറ്റഡ് ആണെന്നാണ് അപ്രോക്സിമേഷൻ 7 പറയുന്നത്. From that consideration we can say according to the approximation number 7 there is no generation and recombination in the depletion region. Therefore അവിടെ ഉണ്ടാവുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? കംപ്ലീറ്റ്ലി നമ്മളുടെ ആ ഒരു ഡിഫ്യൂഷൻ കറണ്ട് മാത്രമായിരിക്കും. Therefore the total current at any point in the diode can be found by adding the electron and hole current at the boundaries of the depletion region in P and N side. നമ്മളുടെ ഇവിടെയുള്ള ഈ ഒരു റീജിയനിലുള്ള ഈ ഒരു ഡിപ്ലീഷൻ റീജിയനിലുള്ള കറണ്ട് എന്ന് പറയുന്നത് 0 ആണ്. റീകോമ്പിനേഷൻ നടക്കില്ല, ജനറേഷനും നടക്കില്ല. സോ നമ്മൾ ഏത് കറണ്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിലും ഈ ഒരു ജംഗ്ഷൻ, ഈ ഒരു ഡോട്ടഡ് ലൈൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഗ്രേ കളറിന്റെ സെപ്പറേറ്റ് മാർക്ക് ചെയ്ത ജംഗ്ഷന് ശേഷമുള്ള കറണ്ട്സ് മാത്രമേ നമ്മൾക്ക് അവിടെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ ഫർദർ ആയിട്ട്. ദാറ്റ് ഈസ് I equal to നമ്മൾക്ക് ഇതിനെ മാറ്റി എഴുതാം. I equal to In at xp equal to 0. അതായത് നമ്മളുടെ ഡിഫ്യൂഷൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ ഡയഗ്രത്തിൽ പറഞ്ഞിരുന്നു In at xp equal to 0. അതായത് ഡിഫ്യൂഷൻ കറണ്ട് at xp equal to 0 ആണ് മാക്സിമം വരിക. സിമിലർലി In at xn equal to 0 ആണ് കൺസിഡർ ചെയ്യുന്നുള്ളത്. Depletion region in N and P side I equal to In at xp equal to 0 and Ip at xn is equal to 0, and this is the equation number 2. Then the major component of
current is due to the diffusion of electron from n side to p side and p side to n side. Diffusion component ആണ് in and ip at xn and xp equal to 0 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. The current due to drift of minority carrier is very less and can be neglected. ഇവിടെ ഡ്രിഫ്റ്റ് നമ്മൾ എക്സ്ട്രാ വെലോസിറ്റി വോൾട്ടേജ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, and therefore we are considering the drift current due to the drift component is very low, and therefore we are neglecting that term. Next we are taking approximation 2. Approximation 2 വെച്ചിട്ട് since the depletion region is completely depleted of mobile charge carriers, current in a PN junction can be evaluated as sum of minority carrier diffusion currents at the edges of the depletion region. നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തത് നോർമൽ കറണ്ട് ആണ്, IN ആൻഡ് IP എന്ന് വെച്ചിട്ടാണ്. നമ്മളിവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്തു. അവിടെ ഓൾറെഡി ഒരു പി ആൻഡ് എൻ ജംഗ്ഷൻ ഫോം ചെയ്യുമ്പോൾ അവിടെ ഡിഫ്യൂഷൻ നടന്നിട്ട് അവിടെ എന്താണ് ഡിഫ്യൂഷൻ മാത്രം ആദ്യം നടക്കുന്നുള്ളൂ. ആ ഡിഫ്യൂഷൻ നടന്നു, പിന്നെ ഇവിടെ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന മെജോറിറ്റി കാരിയർ നമ്മൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് നമ്മളിവിടെ ഡ്രിഫ്റ്റ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഫോർവേഡ് ബയസ് നമ്മൾ അപ്ലൈ ചെയ്ത ശേഷമുള്ളത് മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. When we are forming the junction and the main current is due to the diffusion. Diffusion current ആണ് കൺസിഡർ ചെയ്യുന്നത് in equation 3, that is I equal to IN diffusion at XP equal to 0 plus IP diffusion at XN equal to 0. ഇവിടെ നമ്മൾ ഈ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് നൊട്ടേഷൻസ് ആണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. In PN junction under thermal equilibrium, PP naught എന്ന് പറയുന്നത് മെജോറിറ്റി ഹോൾ കോൺസെൻട്രേഷൻ ആണ്. PN naught എന്ന് പറഞ്ഞിരിക്കുന്നത് മൈനോറിറ്റി ഹോൾ കോൺസെൻട്രേഷൻ ഇൻ എൻ സൈഡ്. നമ്മൾ ഓൾറെഡി ഇതിന്റെ മൈനോറിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ഫിഗർ വെച്ചിട്ട് നമ്മൾ ഈ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. From the equation of contact potential, V naught equal to KT by Q ln PP naught by PN naught. നമ്മൾ മുൻപ് പഠിച്ചിട്ട് ഡിറൈവ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ്. ആൻഡ് ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ ആന്റിലോഗ് അപ്ലൈ ചെയ്യാണ്. ബിഫോർ ദാറ്റ് വി ആർ സെപ്പറേറ്റിംഗ് ദിസ് ഇക്വേഷൻ. KT by Q എന്നുള്ളതിനെ V നോട്ടിന്റെ സൈഡിലേക്ക് നമ്മൾ മൂവ് ചെയ്യിക്കുകയാണ്. Therefore the equation will be V naught Q by KT into equal to ln into PP naught by PN naught. Applying anti-log എന്താവും ഇവിടെ ആന്റിലോഗ് എന്ന് പറയുന്നത് e⁻² എന്നാണ് വരിക. e⁻² V naught Q by KT ഈക്വൽ ടു ഇവിടെ ലോഗിന് നമ്മൾ ആന്റിലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ലോഗ് എന്നുള്ള ടേം തന്നെ അവിടെ ക്യാൻസൽ ആയി പോവും. ബാക്കി PP naught by PN naught മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് ആ ഒരു റിലേഷൻ നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള റിലേഷൻ. ദാറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് കോണ്ടാക്ട് പൊട്ടൻഷ്യൽ. കോണ്ടാക്ട് പൊട്ടൻഷ്യൽ മീൻസ് അവിടെ ഡിപ്ലീഷൻ റീജിയനിൽ XN naught ആൻഡ് XP naught മിഡിലായിട്ട് വരുന്നുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് V naught എന്ന് പറഞ്ഞിട്ട് കോണ്ടാക്ട് പൊട്ടൻഷ്യൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ബട്ട് minority carrier concentration on each side of the PN junction varies with applied biasing with എന്താണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ബയസിങ്ങിനനുസരിച്ചിട്ട് അവിടെയുള്ള വാല്യൂസ് ഒക്കെ മാറുന്നുണ്ട്. ഇപ്പം നമ്മളവിടെ ഒരു ബയസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കോണ്ടാക്ട് പൊട്ടൻഷ്യലിന്റെ വാല്യൂ എങ്ങനെ മാറും? V naught എന്നുള്ള കോണ്ടാക്ട് പൊട്ടൻഷ്യലിൽ നിന്ന് നമ്മൾ അപ്ലൈ ചെയ്ത വാല്യൂ മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് V naught മൈനസ് V ആണ്. നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് എങ്കിൽ എങ്ങനെ മാറും? V naught മൈനസ് V. അതായത് സപ്പോസ് നമ്മൾ അവിടെ ഒരു കോണ്ടാക്ട് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു 10 വോൾട്ട് ആയിട്ടുണ്ട്. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു 5 വോൾട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ റിമൈനിങ് ചെയ്യുന്നുള്ള കോണ്ടാക്ട് പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്ത് വരും? V naught മൈനസ് V, അതായത് 5 വോൾട്ട് ആണ് വരിക. ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ആ വാല്യൂ എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വിൽ കൺസിഡർ നമ്മൾ നേരത്തെ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ PP
PP naught by PN naught എന്നുള്ള ഇക്വേഷൻ which is equal to e raised to q v naught by kt എന്നായിരുന്നു. അപ്പൊ നമ്മളിവിടെ ആ ഒരു ഡിപ്ലീഷൻ റീജിയൻ നമ്മളൊരു കോണ്ടാക്ട് പൊട്ടൻഷ്യൽ എക്സിസ്റ്റ് ചെയ്യുന്ന റീജിയനിലുള്ള വാല്യൂ ആണ് ചെക്ക് ചെയ്യുന്നത്. പി പി അറ്റ് എക്സ് പി ഈക്വൽ ടു 0, അതായത് നമ്മളുടെ എക്സ് പി എന്ന് പറയുന്നത് പി സൈഡിലുള്ള ബൗണ്ടറി ആണ് ഡിപ്ലീഷൻ റീജിയന്റെ, ആൻഡ് ഡിവൈഡ് ബൈ പി എൻ, അതായത് പി എൻ എന്നുള്ളത് മൈനോറിറ്റി കാരിയർ കോൺസെൻട്രേഷൻ ഓഫ് ഹോൾസ് അറ്റ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. അറ്റ് എക്സ് എൻ ഈക്വൽ ടു 0 നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് അപ്ലൈ ചെയ്ത് ബയസിംഗ് കൂടി കൺസിഡർ ചെയ്യുക വി നോട്ടിന്റെ പൊസിഷനിൽ. Therefore equation will be PP of XP equal to 0 by Pn of Xn equal to 0, which is equal to e raised to q of V naught minus V by Kt. This is the equation number 5. ഇപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുക അപ്രോക്സിമേഷൻ നമ്പർ 5 ആണ്. അതായത് എക്സസ് കാരിയർ കോൺസെൻട്രേഷൻ ഈസ് ലോ കമ്പയർഡ് ടു ദ നോർമൽ കാരിയർ കോൺസെൻട്രേഷൻ. എക്സസ് കാരിയർ കോൺസെൻട്രേഷൻ ഇവിടെ ലോ ആണെന്ന് കൺസിഡർ ചെയ്യുക. Therefore PP of XP equal to 0 എന്ന് പറയുന്നതിൽ എക്സസ് കാരിയർ ഉണ്ടാവില്ല, നോർമൽ അവിടെയുള്ള കാരിയർ മാത്രമേ ഉണ്ടാവുള്ളൂ, വിച്ച് ഈസ് ഡെൽ പി എൻ എന്നുള്ള കൺസിഡറേഷൻ ഇല്ല. അവിടെ ഓൾറെഡി പി നോട്ട് മാത്രമേ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് കൺസിഡർ ചെയ്യാം. പി പി ഓഫ് എക്സ് പി ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എൻറ്റയർ കോൺസെൻട്രേഷൻ ആയി. പക്ഷെ അവിടെ നമ്മളിപ്പം കൺസിഡർ ചെയ്തു ഫ്രം അപ്രോക്സിമേഷൻ 5 അവിടെ എക്സസ് കാരിയറിന്റെ കോൺസെൻട്രേഷൻ വളരെ കുറവാണ്. Therefore which is equal to the majority carrier doped carrier concentration, and this is the equation number 6. Equation 6 in equation 5, then the after effects will be PP naught by your equation like substitute cheya PP naught by Pn of Xn equal to 0, which is equal to e raised to q of V naught minus V by Kt. Then equation 4 divided by equation 6. Equation 4 ne equation 6 കൊണ്ട് divide ചെയ്യുക. Therefore PP naught by Pn naught whole divided by PP naught by Pn of Xn equal to 0, which is equal to e raised to V naught q V naught by Kt divided by q of V naught minus V by Kt. By rearranging this equation, we'll get AB by C by D എന്നുള്ള ഫോർമാറ്റ് വന്നു കഴിഞ്ഞാൽ എന്തും AB by D by C എന്നുള്ള AB into A by B into D by C എന്നുള്ള ടേമിലായിരിക്കും ഇത് വരിക. അപ്പം അത് ആ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ദാറ്റ് ഈസ് PP naught by Pn naught into P ഇവിടെയുള്ള ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആയിട്ട് മാറും. Pn of Xn is equal to 0 by PP naught, which is equal to e raised to q V naught by Kt into ഡിനോമിനേറ്ററിലുണ്ടായ എക്സ്പൊണൻഷ്യൽ ടേം ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ ഒരു മൈനസ് സൈൻ എക്സ്ട്രാ കൊടുക്കണം, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. Therefore e raised to minus q of V naught minus V by Kt. By simplifying this equation we'll get ഇവിടെ PP naught രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസൽ ആവും. റിമൈനിങ് ആയിട്ട് വരുന്നത് Pn of Xn equal to 0 divided by Pn naught, which is equal to ഈ ഒരു ടേമിന് e raised to a into e raised to b, അതായത് e raised to a plus b ആ ഒരു ഫോർമാറ്റിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് മാറ്റാം. ദാറ്റ് ഈസ് നമ്മൾക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും e raised to e raised to q V naught minus e raised to minus q V naught plus q V naught. അപ്പോൾ q V naught minus q V naught ക്യാൻസൽ ആയിട്ട് റിലേഷൻ ആകിയ ബാക്കി e raised to q V by Kt എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. Pn of Xn equal to 0 by Pn naught is equal to e raised to q V by Kt എന്നായിരിക്കും റിലേഷൻ ഉണ്ടാവുക. ആൻഡ് ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് അതിനെ മാറ്റിയിട്ട് Pn of Xn equal to 0 എന്നാക്കി മാറ്റുക. ഡിനോമിനേറ്ററിലുണ്ടായ Pn naught-നെ റൈറ്റ് സൈഡിലോട്ട് RHSലേക്ക് മൂവ് ചെയ്യുക. Then the equation will be Pn of Xn equal to 0 equal to
Pn naught into e raised to qb by kt. That is equation number 7. Therefore, the total hole concentration at Pn at x is equal to 0 is the sum of equilibrium minority hole concentration. Minority hole concentration എന്ന് പറഞ്ഞിരിക്കുന്നത് n സൈഡിലുള്ള concentration ആണ്, that is Pn naught ആണ്. And the injected excess minority carrier concentration delta Pn. From the figure, നമ്മൾ ഫിഗർ വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യമാണ് Pn at xn equal to 0 എന്ന് പറഞ്ഞിരിക്കുന്നത് Pn naught plus delta Pn ആണ്. ആ കർവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. Therefore, we have to find the value of delta Pn, that is excess carrier value. That is delta Pn is equal to Pn of xn equal to 0 minus Pn naught. Just rearranging the above equation. Therefore, substitute the value for Pn at xn equal to 0. That is, substitute equation number 7 here. Then the equation will be Pn naught into e raised to qb by kt minus Pn naught. Take Pn naught outside. Pn naught equal to into e raised to qb by kt minus 1. This is the equation number 7. Just rearranging this equation. Similarly, this is for the excess carrier, minority carrier concentration at n side. Similarly, you have to find the minority carrier distribution at p side. That is, del np എന്നുള്ള ടേമും ഇതേപോലെ കണ്ടുപിടിക്കുകയാണെങ്കിൽ we will get the equation as del np is equal to the np naught into e raised to qb by kt minus 1. Similarly, you will get the relation. ഇത് n സൈഡിന്റെ ആണെങ്കിൽ നെക്സ്റ്റ് p സൈഡിന്റെ ഇക്വേഷനും സിമിലർ ആയിട്ട് നമുക്ക് കിട്ടും. Therefore, this is the equation number 9. Equation 8 and 9 indicates the injected excess minority carrier concentration increases exponentially with increase in forward bias. നമ്മളുടെ ആ ഗ്രാഫിനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു increase in exponentially increase ആണ് ഉണ്ടാവുക. e raised to qb by kt increase ഉണ്ടാവുക during the forward bias, and its magnitude depends on the equilibrium minority concentration. minority value ആണ് അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. So, the injected minority carrier concentration is more compared to more on the lightly doped side. അപ്പോൾ മൈനോറിറ്റി കാരിയർ എന്ന് പറയുന്നത് ലൈറ്റ്ലി ഡോപ്ഡ് സൈഡിൽ കൂടുതലാണ്. ബിക്കോസ് നമ്മൾ ഓൾറെഡി ഫിഗർ കണ്ടിട്ടുണ്ട്. നമ്മളുടെ ഫിഗറിൽ എൻ എ ഗ്രേറ്റർ ദാൻ എൻ ഡി ആണ്. കോൺസെൻട്രേഷൻ ഓഫ് പി സൈഡ് കൂടുതലാണ് കമ്പയർഡ് ടു എൻ സൈഡ്. ബട്ട് മൈനോറിറ്റി കാരിയർ കോൺസെൻട്രേഷൻ കൂടുതൽ എവിടെയാണ്? എക്സസ് കാരിയർ കൂടി ഡിഫ്യൂഷൻ കറണ്ട് നടക്കുന്ന സമയത്ത് എവിടെയാണ് കാരിയർ കൂടുതലായിട്ട് വരുന്നത്? ഇറ്റ് ഈസ് ഓൺ എൻ സൈഡ്. ബിക്കോസ് ലൈറ്റ്ലി ഡോപ്ഡിലേക്ക് ഹെവിലി ഡോപ്ഡിൽ നിന്ന് കാരിയേഴ്സ് മൂവ് ചെയ്യും, കൂടുതലായിട്ട് മൂവ് ചെയ്യും. സോ there is no more injection from heavily doped side to tightly doped side. അവിടെ minority carrier concentration already കൂടുതലായി. From approximation 2 and 8 നമ്മൾ എന്താണ് ഒരു ഡിപ്ലീഷൻ റീജിയനിൽ കംപ്ലീറ്റ്ലി ഡിക്കോമിനേഷൻ ഒന്നും നടക്കുന്നില്ല. കംപ്ലീറ്റ്ലി മൊബൈൽ ചാർജ് കാരിയേഴ്സ് ഡിപ്ലീറ്റഡ് ആണ്. അവിടെ അയോൺസ് മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ അപ്രോക്സിമേഷൻ 2 പറയുന്നുള്ളത്. ആൻഡ് അപ്രോക്സിമേഷൻ 8 എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഡി സി വോൾട്ടേജ്, ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ് നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നുള്ളത് ഒരു പി എൻ ജംഗ്ഷനിൽ നിന്നാണ് അപ്രോക്സിമേഷൻ 8 പറഞ്ഞിരിക്കുന്നത്. ഫ്രം ദീസ് ടു അപ്രോക്സിമേഷൻസ് the continuity equation for holes on the n side under steady state, assuming that the minority carrier concentration is by diffusion only and that is reduces to, അപ്പോൾ നമ്മൾക്കൊരു കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ നമ്മൾ അവിടെ എന്താണ് സ്റ്റഡി സ്റ്റേറ്റ് ഒരു ഹോൾ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഹോൾസ് അല്ലെങ്കിൽ എൻ സൈഡിലുള്ള ഹോൾസിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ നോക്കുമ്പോൾ അവിടെ മെയിൻ ആയിട്ട് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് മൈനോറിറ്റി കാരിയർ കോൺസെൻട്രേഷൻ ആണെങ്കിൽ അതും ഡിഫ്യൂഷൻ വഴി മാത്രമുള്ള ഒരു മൂവ്മെന്റ് ആണ് അവിടെ ഉള്ളതെങ്കിൽ എങ്ങനെയായിരിക്കും ആ ഇക്വേഷൻ മാറുക? ഡെൽ സ്ക്വയർ ഡി സ്ക്വയർ ഡെൽ പി ഓഫ് എക്സ് എൻ
divided by dxn square, which is equal to del p of xn by lp square, which is lp എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ക്വയർ റൂട്ട് ഓഫ് dp into tau p ആയിരുന്നു. നമ്മൾ മുമ്പ് കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ lp സ്ക്വയർ ആണ്. സോ ദ റിസൾട്ട് വിൽ ബി dp into tau p ആണ്. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഫ്രം അപ്രോക്സിമേഷൻ 1 നമ്മൾ 10th ഇക്വേഷന് സൊല്യൂഷൻ കാണാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ദാറ്റ് ഈസ് ഇവിടെ എന്താണ്, del p of xn is equal to c1 e raised to minus xn by lp plus c2 e raised to xn by lp. ഇക്വേഷൻ നമ്പർ 11. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എങ്ങനെ എടുക്കുന്നല്ല, ഇതാണ് നമ്മളുടെ അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ സൊല്യൂഷന് പിന്നെ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ഇനി നെക്സ്റ്റ് ഇതിലേക്ക് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാണ്. അപ്ലൈങ് ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ അവിടെ ആദ്യം കൺസിഡർ ചെയ്യുന്നത് xn is equal to 0 ആവുന്ന കേസിൽ, at xn is equal to 0 excess whole carrier concentration എന്ന് പറയുന്നത് എന്താണ്, ഡെൽറ്റ പി എൻ ആണ്. നമ്മൾ ആ ഫിഗറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. at xn equal to 0 xn equal to 0 ആവുമ്പോൾ അവിടെയുള്ള എക്സസ് കാരിയർ, ഇത് മൈനോറിറ്റി കാരിയർ ആണ്. എക്സസ് കാരിയർ എന്ന് പറഞ്ഞതാണ് ഡെൽറ്റ പി എൻ ആണ് എക്സസ് കാരിയറിന്റെ കോൺസെൻട്രേഷൻ. ഇക്വിലിബ്രിയം ആവുമ്പോൾ ഒരു പി എൻ നോട്ട് കൂടി ചേർക്കുക. ഡെൽറ്റ പി എൻ നോട്ട് ആണ് വരുന്നത്. നമ്മൾക്ക് നോക്കാം, ഈ ഒരു കണ്ടീഷൻ at xn equal to 0 delta p of xn is equal to delta pn ആണ്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ഈ ഇക്വേഷനിൽ ആദ്യം xn-ന് 0 കൊടുക്കുക. xn-ന് 0 കൊടുക്കുമ്പോൾ ഇവിടെ എന്താവും, ഈ ഡെൽറ്റ പി എന്നിന്റെ വാല്യൂ എന്താണ് വരിക, del p of xn-ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡെൽറ്റ പി എൻ ആവും. ദാറ്റ് ഈസ് delta pn is equal to c1 e raised to 0 എന്നാണ്. xn-ന് ഇവിടെ ഈ xn-ന് ഇവിടെ 0 കൊടുക്കുക. 0 കൊടുക്കുന്ന സമയത്ത് എന്താവും, ഈ c1 into e raised to 0 plus c2 into e raised to 0. നമ്മളുടെ റിസൾട്ട് എന്താവും, ഡെൽറ്റ പി എൻ is equal to c1 plus c2. e raised to 0 means 1 ആണ്. So result will be delta pn is equal to c1 plus c2. അതേപോലെ നെക്സ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുക. xn-ന്റെ വാല്യൂ നെക്സ്റ്റ് ഇൻഫിനിറ്റ് ആയിട്ട് വരുന്ന സമയത്ത് xn is equal to infinity എന്തായിരിക്കും, del p of xn-ന്റെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. ഏതെങ്കിലും പോയിന്റിൽ വന്നിട്ട് അത് 0 ആയി മാറും. ഇവിടെ ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താവും, നമ്മൾക്ക് ഇവിടെ del p of xn-ന്റെ വാല്യൂ 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു c1 e raised to minus infinity plus c2 e raised to infinity. e raised to minus infinity എന്ന് പറയുന്നത് 0 ആണ്. ആ വാല്യൂ കൺസിഡർ ചെയ്യേണ്ട. നെക്സ്റ്റ് c2 equal to 0 into c2 into e raised to infinity ആണ്. അപ്പൊ നമ്മൾക്ക് അതിൽ നിന്ന് e raised to infinity എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. സോ c2 എന്നുള്ള ഒരു റിലേഷൻ, c2 into e raised to infinity എന്നുള്ളതിന്റെ റിലേഷൻ റിസൾട്ട് 0 ആവണമെന്നുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു ടേം 0 ആവണ്ടേ. ദാറ്റ് ഈസ് വി കൻ സേ c2 equal to 0. അവിടെ c2 എന്നുള്ളതിന്റെ വാല്യൂ 0 ആണെന്ന് കിട്ടി. ഈ ഒരു വാല്യൂസ് ഒക്കെ നമ്മൾ നമ്മളുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാണ് നെക്സ്റ്റ് ചെയ്തുള്ളത്. ദാറ്റ് ഈസ് എന്താണ് നെക്സ്റ്റ് വരാം, substituting these conditions in equation 11, that since c2 equal to 0 delta pn equal to c1 plus c2 നമ്മളുടെ ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷനിൽ നിന്ന് കിട്ടിയ വാല്യൂ ആണ്. അതിൽ നമ്മൾ എന്താണ് അതിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഡെൽറ്റ pn equal to വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക c1. ദെൻ ഇവിടെ റിസൾട്ട് വരും ഡെൽറ്റ പി എൻ ഇസ് ഈക്വൽ ടു c1 ആണ്. ഇവിടെ c2 എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, c2 0 ആണ്. ഡെൽറ്റ പി എൻ ഇസ് ഈക്വൽ ടു c1 ആയിട്ട് മാറ്റി എഴുതുക. അതിനെ c1 ആക്കുക, ഇത് c1 ആക്കുക.
Next, equation 11 indicate equation 11 എന്ന് പറയുന്നത് del p of xn is equal to delta pn e raised to minus xn by lp എന്നായിട്ട് മാറും. ഇവിടെ c1 നാട്ട് വരാം. c1 ന്റെ ടേം മാത്രമേ നെക്സ്റ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇക്വേഷൻ 11 നമ്മൾ മാറ്റി എഴുതുന്നതാണ്. then equation 12 will be this condition. അതിനെ നമ്മൾക്ക് എങ്ങനെ പറയാം? that is the whole distribution in the n region and it decays exponentially from the initial value delta pn. നമ്മൾ ഫിഗറിൽ കണ്ട ടേമിനെ ഇവിടെ നമ്മൾ ഒന്നുകൂടി ഇക്വേഷൻ വൈസ് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സിമിലർലി അതേപോലെ നമ്മൾക്ക് പി സൈഡിൽ ഹോൾസിന്റെ സൈഡിൽ ഇവിടെ ഇലക്ട്രോൺസിന്റെ സൈഡാണ് നമ്മൾ നോക്കിയത്, എൻ ടൈപ്പിന്റെ സൈഡാണ് നോക്കിയത്. അതേപോലെ ഹോൾസിന്റെ സൈഡ് നോക്കുമ്പോൾ എന്താവും? del pn of xp is equal to delta np e raised to minus xp by lp എന്നായിരിക്കും അതിന്റെ ഇക്വേഷൻ വരെ. ഇവിടെ n ഉള്ളതൊക്കെ p ആകാം, ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാം. സിമിലർ കണ്ടീഷൻ ആണ് വരുന്നത്. Therefore, the whole diffusion current നമ്മളുടെ നമ്മൾ മെയിൻ ആയിട്ടുള്ള പാർട്ടിലേക്ക് വരികയാണ്. നമ്മളുടെ കറണ്ട് ഡെൻസിറ്റി J എന്ന് പറയുന്നത് കറണ്ട് ഡെൻസിറ്റി J എന്ന് പറയുന്നത് അതിലൂടെ ആ ഒരു സെമി കണ്ടക്ടറിലൂടെയുള്ള കറണ്ട് I ബൈ ഏരിയ ആണ്. ഏരിയ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സെമി കണ്ടക്ടർ ആണ്. അപ്പൊ നമ്മൾക്ക് ഇതിൽ നിന്ന് കറണ്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്താവും? കറണ്ടിന്റെ ഇക്വേഷൻ I ആണ്. IP ഡിഫ്യൂഷൻ അറ്റ് xn is equal to ഇതിനെ ജസ്റ്റ് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് കറണ്ട് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ആണ് കറണ്ടിന്റെ ഇക്വേഷൻ വരിക. I is equal to J ഇൻറ്റു A ആണ്. അപ്പൊ നമ്മൾക്ക് ജെ പി ഡിഫ്യൂഷൻ ഇക്വേഷൻ ഓൾറെഡി അറിയാം. മൈനസ് ക്യൂ ഡി പി ഡി ബൈ ഡി എക്സ് ഓഫ് ഡെൽ പി ഓഫ് എക്സ് എന്നാണ്. അതിൽ എ എന്നുള്ള ഏരിയ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിനെ മാറ്റി എഴുതുന്ന സമയത്ത് ഡെൽ പി ഓഫ് എക്സിന്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഡെൽ പി ഓഫ് എക്സിന്റെ വാല്യൂ ഇക്വേഷൻ 12 കണ്ടിട്ടുണ്ട്. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. del pn e raised to minus xn by lp എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിനെങ്ങനെ മാറ്റം വരാം? ഇവിടെ നോക്കാം. നമ്മൾക്ക് എന്താണ് ഈ മൈനസ് ക്യൂ എ ഇവിടെ നമ്മൾക്ക് കോൺസ്റ്റന്റ് ഡെൽറ്റ പി എന്ന് പറയുന്നത് ഡിഫറൻഷ്യലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല, കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അതിന്റെ ഡെറിവേറ്റീവിന്റെ പുറത്തെടുത്തു. ഈ റേസ് ടു മൈനസ് xn ബൈ എൽ പി എന്നുള്ളതിനെ മാത്രം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് നമ്മൾ നോർമലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇവിടെ നോക്കുക, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ള റിലേഷൻ ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് പറയുന്നതിന്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് എന്നാണ്. അപ്പൊ നമ്മൾക്ക് അതേ ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു മൈനസ് എക്സ്ട്രാ വരുന്നതുകൊണ്ട് ഇത് പ്ലസ് ആവും. പ്ലസ് ക്യൂ എ ഡി പി ബൈ എൽ പി ഡെൽറ്റ പി എൻ ഇ റേസ് ടു മൈനസ് എക്സ് എൻ ബൈ എൽ പി എന്നാണ് റിലേഷൻ വരുന്നത്. അതേപോലെ നമ്മൾ ജെ എൻ ഡിഫ്യൂഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള ഇക്വേഷനാണ് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞിട്ടുള്ളത്. ദ ടോട്ടൽ കറണ്ടിന്റെ ഡയോഡ് എന്ന് പറയുന്നത് I equal to IP diffusion at xn equal to 0 plus IN diffusion at xp equal to 0 ആണ്. ഫ്രം ഇക്വേഷൻ 13 and 14 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പൊ നമ്മൾക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാ കിട്ടുക? മോഡുലസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് IP ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് അവിടെ സൈൻ ഒന്നും കൺസിഡർ ചെയ്യേണ്ട, ഓൺലി അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മൾക്ക് ആവശ്യമുള്ളൂ. ക്യൂ എ ഡി പി ബൈ എൽ പി ഡെൽറ്റ പി എൻ ഇ റേസ് ടു മൈനസ് എക്സ് പി എന്നൊക്കെ ഉണ്ടാവും. അതിൽ എക്സ് പി ഈക്വൽ ടു 0 എന്നുള്ള ടേം എക്സ് എൻ ഈക്വൽ ടു 0 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇക്വേഷനിൽ ഇ റേസ് ടു 0 എന്ന് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ എ ഡി പി ബൈ എൽ പി ഡെൽറ്റ പി എൻ. അതേപോലെ ഐ എൻ ഡിഫ്യൂഷനും കണ്ടുപിടിക്കുക. ഐ എൻ ഡിഫ്യൂഷൻ ഈസ് ഈക്വൽ ടു എക്സ് പി അറ്റ് എക്സ് പി ഈക്വൽ ടു 0
minus QA dn ln into delta NP e raised to minus 0. അപ്പോൾ നമ്മുടെ റിസൾട്ട് അവിടെ QA dn by ln delta NP എന്നാണ് വരിക. അപ്പം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കുക. ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഇത് രണ്ടും ആഡ് ചെയ്തിട്ടുള്ള ടേം ആണ്. ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് രണ്ട് ഇക്വേഷൻസും ആഡ് ചെയ്യുക. നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് ദാറ്റ് ഈസ് QA dP by LP delta PN plus QA dN by LN delta NP. ഈ ഇക്വേഷൻസ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് QA എന്നുള്ളത് കോമൺ ആണ്. QA കോമൺ ആയി എടുക്കുക. dP by LP ഡെൽറ്റ പി എന്നിട്ട് നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് ഡെൽറ്റ എൻ പി എന്ന് പറയുന്നത് PN naught into e raised to QV by KT minus 1 ആണ്. അതുപോലെ ഡെൽറ്റ പി എൻ്റെ ഇക്വേഷൻ ഡെൽറ്റ NP naught into e raised to QV by KT minus 1 ആണ്. ആ രണ്ട് ടേമിലേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നമ്മൾക്ക് ഇവിടെ e raised to QV by KT minus 1 എന്നുള്ള ടേമും രണ്ട് സൈഡിലും കോമൺ ആണ്. അതിനെയും കോമൺ ആയി ഔട്ട് സൈഡ് എടുത്തു. ദാറ്റ് ഈസ് QA into dP by LP PN naught plus DN by LN NP naught into e raised to QV by KT minus 1. അപ്പം ഇതിൽ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ദിസ് എൻറ്റയർ ടേം e raised to ഈ ഒരു ടേം ഒഴികെ ബാക്കിയുള്ള ഇത്രയും ടേം എന്ന് പറയുന്നത് എന്താണ് IS എന്ന് പറഞ്ഞിട്ട് IS ആണെന്ന് കൺസിഡർ ചെയ്യുക. That is IS equal to QA into dP by LP PN naught plus DN by LN NP naught ആണ്. അതായത് ഇത്രയും ടേമിന് നമ്മൾ IS എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ റിസൾട്ട് എന്ത് വരും? I equal to IS into ഇത്രയും ടേം IS ആണ്. IS into e raised to QV by KT minus 1 ആയിരിക്കും റിസൾട്ട്. അപ്പം നമ്മുടെ ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ കറണ്ട് ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. I equal to IS into e raised to QV by KT minus 1. അപ്പോൾ ഇവിടെ IS എന്ന് പറയുന്നത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആണ്. ഐഡിയൽ ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത് I ആണ്. IS എന്ന് പറയുന്നത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്.